സാൻഡിയുടെ കൊലപാതകം നടന്ന് ഏകദേശം 2 വർഷത്തിന് ശേഷം അന്ന് മേർലിയുടെ ഹസ്ബൻഡ് വീട്ടിലില്ലായിരുന്നു. ഒരു ദിവസം രാത്രി മേർലിയും അവരുടെ കുട്ടിയും ഒറ്റയ്ക്കായിരുന്നു. ആരോ ഡോറിൽ മുട്ടുന്നു. തുറന്നപ്പോൾ അവരുടെ ഹസ്ബൻഡിൻ്റെ ഒരു സുഹൃത്തായിരുന്നു. അയാൾ ഹണ്ടിങ്ങിനായി ഇറങ്ങിയതാണ്, കുറച്ച് ലേറ്റായി പോയി, ഭാര്യയെ ഒന്ന് വിളിക്കാൻ ഫോൺ ഉപയോഗിച്ചോട്ടെ എന്ന് ചോദിക്കുന്നു. മേർലി സമ്മതിക്കുന്നു. അയാൾ ഫോൺ എടുത്ത് ഡയൽ ചെയ്യുന്നു. ഫോണിൻ്റെ റിസീവറിൽ കൂടി ഒരു ബീപ് ബീപ് ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ എന്ന് അവർക്ക് മനസ്സിലായി. അത് ശ്രദ്ധിക്കാതെ മേർലി അകത്തേക്ക് കയറി പോന്നു. അപ്പോഴേക്കും അയാൾ മേർലിയുടെ ബെഡ്റൂമിലേക്ക് അനുവാദമില്ലാതെ കടന്നു കയറി. എന്നിട്ട് അയാൾ പറയുകയാണ്, അയാൾ സ്ഥിരമായി അതുവഴി ഡ്രൈവ് ചെയ്ത് പോകാറുള്ളപ്പോഴെല്ലാം മേർലിയെ കാണാറുണ്ടെന്നും അങ്ങനെ അവരോട് കടുത്ത പ്രേമമാണെന്നും പറയുന്നു. അത് പറഞ്ഞ് അയാൾ മേർലിയെ ശാരീരിക ബന്ധത്തിൽ നിർബന്ധിക്കാൻ തുടങ്ങി. കുട്ടിയുമായി ഒറ്റയ്ക്കായിരുന്ന മേർലി പെട്ടെന്ന് ഭയന്നു പോന്നു. പക്ഷേ ധൈര്യം സംഭരിച്ച് അവർ ഉറക്കെ അയാളുടെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാൻ അലറി വിളിച്ചു. പക്ഷേ ആദ്യം അയാൾ കൂട്ടാക്കിയില്ല. ഇനിയും നിന്നാൽ പോലീസിനെ വിളിക്കും എന്ന് ഉറക്കെ പറഞ്ഞപ്പോൾ അയാൾ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. ഇങ്ങനെ മേർലിയുടെ കഥ കേട്ട് ഞെട്ടി നിന്ന ഹേദർ പറഞ്ഞു, എനിക്കും ആഗ്നി വെച്ച് നടന്ന ഒരു മോശം കഥ പറയാനുണ്ട്.